രാജ്യത്തെ ആദ്യ സ്ലീപ്പർ വന്ദേ ഭാരത് ഗുവാഹട്ടിയിൽ നിന്ന് കൊൽക്കത്തയിലേക്ക്. രാജ്യത്തെ ആദ്യ സ്ലീപ്പർ വന്ദേ ഭാരത് എക്സ്പ്രസ് ഉടൻ ഗുവാഹട്ടിയിൽ നിന്ന് കൊൽക്കത്തയിലേക്ക് സർവീസ് ആരംഭിക്കുന്നു. മാസങ്ങൾക്കുള്ളിൽ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന പശ്ചിമ ബംഗാളിന്റെയും അസമിന്റെയും തലസ്ഥാനങ്ങളെ ബന്ധിപ്പിച്ചാണ് പുതിയ സ്ലീപ്പർ വണ്ടി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ളാഗ് ഓഫ് ചെയ്യുമെന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു. 1000 കിലോമീറ്ററിലധികം ദൈർഘ്യമുള്ള യാത്രകൾക്കാണ് സ്ലീപ്പർ വന്ദേ ഭാരത് ഒരുക്കിയിരിക്കുന്നത്. യാത്രക്കാർക്ക് ലോക നിലവാരമുള്ള സൗകര്യങ്ങളും സുരക്ഷാ സംവിധാനങ്ങളും ഉറപ്പാക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ദീർഘദൂര യാത്രയ്ക്ക് അനുയോജ്യമായ രീതിയിലാണ് കോച്ചുകൾ നിർമ്മിച്ചിരിക്കുന്നത്. ഓട്ടോമാറ്റിക് വാതിലുകൾ, ആധുനിക ശൗചാലയങ്ങൾ, CCTV സൗകര്യം, ഡിജിറ്റൽ ഇൻഫർമേഷൻ ഡിസ്പ്ലേകൾ, പ്രത്യേകം രൂപകൽപ്പന ചെയ്ത ബർത്തുകൾ, ശബ്ദ നിയന്ത്രണ സംവിധാനങ്ങൾ എന്നിവ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂട്ടിയിടി ഒഴിവാക്കാനുള്ള കവച് സംവിധാനവും ഉണ്ടായിരിക്കും. ഈ വർഷം അവസാനത്തോടെ 12 വന്ദേ ഭാരത് സ്ലീപ്പർ വണ്ടികൾ കൂടി സർവീസ് ആരംഭിക്കുമെന്ന് റെയിൽവേ മന്ത്രാലയം അറിയിച്ചു. മണിക്കൂറിൽ 180 കിലോമീറ്റർ വേഗം ഉറപ്പാക്കുന്ന രീതിയിലാണ് സ്ലീപ്പർ വന്ദേ ഭാരത് നിർമ്മിച്ചിരിക്കുന്നത്. 16 കോച്ചുകളുള്ള ട്രെയിനിൽ 11 3 ടയർ AC കോച്ചുകൾ, 4 2 ടയർ AC കോച്ചുകൾ, 1 ഫസ്റ്റ് ക്ലാസ് AC കോച്ച് എന്നിവയും ഉണ്ടാകും. ആകെ 823 പേർക്ക് യാത്ര ചെയ്യാം. ടിക്കറ്റ് നിരക്കുകൾ ഇടത്തരക്കാരെ ലക്ഷ്യമിട്ടാണ് നിശ്ചയിച്ചിരിക്കുന്നത്. 3 ടയർ AC സീറ്റിന് ഭക്ഷണം ഉൾപ്പെടെ 2300 രൂപ, 2 ടയറിന് 3000 രൂപ, ഫസ്റ്റ് ക്ലാസ് ACക്ക് 3900 രൂപയാണ് നിരക്ക്. ഈ റൂട്ടിൽ വിമാനയാത്രയ്ക്ക് 6000 മുതൽ 10000 രൂപ വരെയാണെന്നും അതിനാൽ വന്ദേ ഭാരത് കൂടുതൽ പ്രായോഗികമാണെന്നും മന്ത്രി വ്യക്തമാക്കി. ഇതിനൊപ്പം രാജ്യത്തെ റെയിൽ ഗതാഗത രംഗത്ത് ചരിത്രം കുറിച്ച ആദ്യ ബുള്ളറ്റ് ട്രെയിൻ 2027 ഓഗസ്റ്റ് 15-ന് സർവീസ് ആരംഭിക്കും. മുംബൈ അഹമ്മദാബാദ് ഹൈസ്പീഡ് റെയിൽ കോറിഡോറിലെ സൂറത്ത് ബിലിമോറ സെക്ഷനിലെ 100 കിലോമീറ്ററിലാണ് ആദ്യ സർവീസ്. രണ്ടാം ഘട്ടത്തിൽ വാപ്പി സൂറത്ത്, മൂന്നാം ഘട്ടത്തിൽ വാപ്പി അഹമ്മദാബാദ്, നാലാം ഘട്ടത്തിൽ താനെ അഹമ്മദാബാദ്, അവസാന ഘട്ടത്തിൽ മുംബൈ അഹമ്മദാബാദ് സർവീസ് ആരംഭിക്കും. മണിക്കൂറിൽ 320 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കുന്ന അതിവേഗ വണ്ടികൾക്ക് അനുയോജ്യമായ രീതിയിലാണ് റെയിൽ കോറിഡോർ നിർമ്മാണം. ന്യൂസ് ഡെസ്ക്, കൊട്ടാരക്കര മീഡിയ.